പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ ശാന്തത നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. Praise the Lord. Praise the Lord. കുട്ടികൾ നല്ല ഉച്ചത്തിൽ ആമേൻ പറഞ്ഞത് ഞാൻ വിശ്വാസത്തിൽ കാണുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും കർത്താവിൻ്റെ നല്ല ദിവസത്തിൽ ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ ഓരോ പ്രഭാതവും പുതിയതാണ്. കർത്താവിൻ്റെ ഓരോ സ്നേഹവും പുതിയതാണ്. അങ്ങനെ കർത്താവിന് വചനമുണ്ട്. അതുകൊണ്ട് ഓരോ ശുശ്രൂഷകളും പുതിയതാണ്. ഒരുപക്ഷെ കേട്ട വചനങ്ങളായിരിക്കാം, വേറെ ടോക്കുകൾ കേട്ടതൊക്കെ ആയിരിക്കാം, പക്ഷേ അതിനകത്തെല്ലാം കർത്താവിൻ്റെ ഒരു പുതിയ ഒരു കൃപയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവിന് വലിയ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. വലിയ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അപ്പസ്തോലന്മാർ, പ്രത്യേകിച്ച് പൗലോസ്, സീലാസ് തുടങ്ങിയവരൊക്കെ ഉള്ളവരൊക്കെ ആ കാലഘട്ടങ്ങളിൽ അവർ ജയിലറുകളിലായിരിക്കുമ്പോൾ ശരിക്കും അവർക്ക് കർത്താവിനെ കൊട്ടിപ്പാടി സ്തുതിച്ച് ആരാധിക്കാൻ പ്രത്യേകിച്ച് ചേങ്ങലകളോ കൈത്താളങ്ങളോ ഒന്നുമില്ല. അവരവരെ കയ്യിലും രണ്ടിലും ബലം കിടക്കാൻ ഈ ചങ്ങലകളെ ചേങ്ങലകളാക്കി അവർ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ നൊടിയുടെ പൊടുന്നനെ കാരാഗ്രഹത്തിൽ വിടുതലിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തി പ്രകടമായിട്ട് വരും. അത് വിശ്വസിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവേ ആരാധന, 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 ആരാധന. ഹല 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 ഹല. ഓ കർത്താവേ, അപ്പസ്തോലന്മാർ പത്രോസ്, പൗലോസ്, സ്ലീഹന്മാർ വിശ്വാസത്തിൽ ആരാധിച്ചതുപോലെ ഞങ്ങൾ ആരാധിക്കുക. അപ്പസ്തോലർ ആരാധിച്ചു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൈയടിച്ച് അപ്പസ്തോലർ ആരാധിച്ചു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വലിയ സന്തോഷത്തിൽ മാളിക ഉയർത്തിയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക ഉയർത്തിയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉയർത്തി നിറയണമേ നീ എന്നുള്ളിൽ തീനാളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ എന്നുള്ളിൽ തീനാളായി, ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കട പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതു ജീവൻ പകരണമേ. ചെങ്കട പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേക കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതു ജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, അപ്പസ്തോലന്മാരോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുക. വിശ്വാസത്തോടെ ആരാധിക്കുന്ന ഓരോ സമൂഹത്തിന്റെ മേലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പസ്തോലന്മാർ ചങ്ങലകളെ ചേങ്ങലകളൊക്കെ ആരാധിച്ചപ്പോൾ നൊടിയിടയിൽ അത്ഭുതകരമായ ശക്തി വ്യാപരിച്ചതുപോലെ ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ ബന്ധുകളിലേക്കും അത്ഭുതകരമായ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, ഞങ്ങളൊക്കെ ആരാധിക്കുന്നു, ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നു. വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പി തൊട്ടപ്പോൾ യേശുവിൻ ചിഹ്നം നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ യേശുവിൻ വസ്ത്രത്തുമ്പി തൊട്ടപ്പോൾ യേശുവിൻ ചിഹ്നം നിർഗമിച്ചൊരു പരിശുദ്ധാത്മാവേ, സകലയാകും കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കും
കൈയടിച്ച് ചങ്ങലയാൽ കൈത്താളത്താൽ ഞങ്ങൾ സ്തുതിക്കുമ്പോ ക്ഷണനേരത്തിൽ വിടുവീഴ്ച പരിശുദ്ധാത്മാവേ വലിയ സന്തോഷത്തോടെ നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ ജീസസ്. ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി നന്നായി കൈയടിച്ച് നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ ഒഴുകണമേ നീ എന്നുള്ളിൽ കർത്താവിന്റെ ആത്മാവുള്ള സ്വാതന്ത്ര്യം രണ്ടായി മറ്റൊരു അഭിഷേകം കാട്ടി അസ്ഥികൾ നനയും താഴ്വരയിൽ പുതു ജീവൻ പകരണമേ Glory, glory. ചെങ്കടപോലും രണ്ടായി മറ്റൊരു അഭിഷേകം കാട്ടി അസ്ഥികൾ നനയും താഴ്വരയിൽ പുതു ജീവൻ പകരണമേ ആമേൻ. നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു കൈ നദിയായി ഉയർത്തി കൈയടിച്ച് നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി കുടുംബങ്ങളിൽ നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി സമൂഹങ്ങളിൽ നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ ഒഴുകണമേ നീ എന്നുള്ളിൽ യുവതി യുവാക്കളിൽ നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി കുട്ടികളിൽ നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ ജീസസ്. ഒഴുകണമേ നീ എന്നുള്ളിൽ പുതിയൊരു നദിയായി രോഗികളിൽ നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ ഒഴുകണമേ നീ എന്നുള്ളിൽ ബന്ധനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ ഒഴുകണമേ നീ എന്നുള്ളിൽ തടസ്സങ്ങൾ ഇരിക്കുന്നവരുടെ മേൽ നിറയണമേ നീ എന്നുള്ളിൽ തീനാവുകളാൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല, 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 ഹല. ഹല, 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 ഹല. ഹല, 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 ഹല. പകലിനെയും രാത്രിയെയും സൃഷ്ടിച്ച കർത്താവേ, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ച കർത്താവേ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവമേ, നൊടിയിടകൊണ്ട് ഈശോയുടെ കുരിശുമരണത്തിന്റെ സമയത്ത് ഈ ഭൂമിയിൽ നൊടിയിടയിൽ വ്യത്യാസങ്ങൾ വരുത്തിയ കർത്താവേ, അങ്ങനെ രണ്ടാമത്തെ ആഗമനത്തിൽ നൊടിയിടയിൽ വ്യത്യാസങ്ങൾ വരുമെന്ന് പ്രവചിച്ച കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നൊടിയിടയിൽ ഈ ക്ഷണത്തിൽ ഈ നിമിഷത്തിൽ അത്ഭുതകരമായ ദൈവശക്തി വ്യാപരിക്കട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ. ഓ കർത്താവേ, അർപ്പിച്ചതും അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധന്മാരുടെ യോഗ്യതയാൽ ദൈവമേ, ഇവരുടെ വിശ്വാസത്തെ കണ്ട്, ഇവരുടെ പ്രാർത്ഥനയെ കണ്ട്, ഇവരുടെ വിശുദ്ധ ജീവിതത്തെ കണ്ട്, ഇവരുടെ നിഷ്കളങ്ക വിശ്വാസത്തെ കണ്ട് അവിടെ നമ്മൾ ആശീർവദിക്കണമേ. ബന്ധനങ്ങളും പൈശാചികപടങ്ങളും ശല്യങ്ങളും തടസ്സങ്ങളും ദുർദശകളും ഇപ്പോൾ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. കുടുംബങ്ങളുടെ വിട്ടൊഴിഞ്ഞ് മുറ്റുതൽ പാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ ശക്തമായി ആവസിച്ചിട്ടുണ്ട്. നല്ല സന്തോഷത്തോടെ നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ബലം കുറവുള്ളവൻ ബലം പ്രാപിക്കട്ടെ. Praise the Lord. Praise the Lord. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനം വചന സ്ക്രീനിൽ വരും. ഒപ്പം തന്നെ നിങ്ങൾ ബൈബിളൊക്കെ എടുത്ത് തുറന്ന് അത് വായിക്കുന്നത് നല്ലതാണ്. എല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ ബൈബിൾ വായിക്കാം. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഈ വചനഭാഗം വായിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ബലമുള്ളവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. സാധാരണ ലോകത്തിൻ്റെ ഭാഷയിൽ അങ്ങനെയാണല്ലോ. ലോകത്തിൻ്റെ ഭാഷയിൽ ആരാ ബലമുള്ളവനാണ് അല്ലേ? സമ്പത്തുള്ളവനാകാം, അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ സ്വാധീനമുള്ളവനാകാം, അധികാരമുള്ളവരാകാം. അവരൊക്കെ ബലം പ്രയോഗിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കാം. അപ്പോൾ ദൈവരാജ്യം പോലും ഒരു ബലപ്രയോഗത്തിൻ്റെ വിഷയമാണല്ലോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഇത് വളരെ വ്യത്യസ്തമായ ഒരു സംഗതിയാണ് വചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു.
അതിനുശേഷം ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടുന്നു. ബലവാന്മാർ അതിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥമെന്ന് പറയുന്നത്, ഇതുവരെ സ്നാപയോഹന്നാന്റെ കാലഘട്ടം വരെ ഒരുപാട് ബൈബിളിൽ പ്രവാചകന്മാരുടെ വാഗ്ദാനങ്ങളുടെ പ്രോമിസുകളുടെ ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടമായിരുന്നു. യോഹന്നാൻ അതിന് അവസാനത്തെ കണ്ണിയാണ്. അതിനുശേഷം ഈ വാഗ്ദാനങ്ങളെല്ലാം ഈശോ മിശിഹായിൽ നമ്മുടെ കർത്താവിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ് അതിൽ ലേശം കാലഘട്ടത്തിന്റെ വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ പണ്ട് കുറെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അനുവർത്തിച്ചത് വഴിയായിരുന്നെങ്കിൽ രക്ഷ ദൈവത്തിന്റെ വലിയ ദാനമാണ്. എന്നിട്ട് പറയാണ് ബലം പ്രയോഗിച്ച് ബലവാന്മാർ അതിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താണ് വാസ്തവത്തിൽ അതിന്റെ അർത്ഥം? ഈ ബലമുള്ളവൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലോകത്തിന്റെ ദൃഷ്ടിയിലുള്ള ഒരു ബലവുമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മുടെ ജീവിതത്തോട്, ദൈവവചനത്തോട് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണമെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ഒരു ബലം പ്രയോഗിക്കണം. പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്ന ഏതൊരു വചനവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ഒരു ബലം പ്രയോഗിക്കാതെ പറ്റുകയില്ല. അത് ദൈവകൃപയിൽ ആശ്രയിച്ച് ബലം പ്രയോഗിക്കണം. ഇപ്പൊ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, ഒരു ബലം പ്രയോഗിക്കാതെ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത് പോലെ ഒരു ബലം പ്രാപിക്കൽ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ കൃപയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിന്റെ ദൃഷ്ടിയിലെ ബലമെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ബലമായി കാണുന്ന പലതും ദൈവസ്ഥ വെറുതെ ചപ്പും ചവറുമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് ഇതൊക്കെ ചപ്പും ചവറും ഉച്ഛിഷ്ടം പറഞ്ഞ് ഞങ്ങൾ തള്ളിക്കളയുവാണ് എന്ന് പൗലോസ്ലീഹ പറയുന്നതിന്റെ അർത്ഥം അതാ. യേശയ്യാ പ്രവചനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 31-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 1:31 നമുക്ക് വായിക്കാം. ബലവാൻ ചണനാര് പോലെയും അവന്റെ പ്രവർത്തികൾ തീപ്പൊരി പോലെയുമായി തീരും. രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും, അഗ്നി ശമിപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബൈബിൾ കർത്താവ് പറയാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ, ലോകത്തിന്റെ ദൃഷ്ടിയിലെ ബലവാൻ എന്ന് പറയുന്നത് വെറും ചണനാര് പോലെയാണ്. ഈ ലോകത്തിന്റെ അധികാരം, ഈ ലോകത്തിന്റെ സമ്പത്ത്, ഈ ലോകത്തിന്റെ സുഖസൗകര്യങ്ങൾ, ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു 10,500 പേര്, ഒരു ശിങ്കിടികള് എന്നൊക്കെ പറയുന്ന ഈ ലോകത്തിന്റെ ദൃഷ്ടിയിലെ ബലവാൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്റെ സഹോദരങ്ങൾ വെറും ചണനാര് പോലെയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി അവൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തികള്, അവന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അവന്റെ ബിസിനസ് ആയിരിക്കാം, അവന്റെ ജോലി ആയിരിക്കാം, അവൻ പല വിധത്തിലുള്ള മാർഗത്തിലൂടെ നേടിയെടുക്കുന്ന സംഗതി ആയിരിക്കാം. അവന്റെ ആ പ്രവർത്തികൾ എന്ന് പറയുന്നത് എന്താ? വെറും തീപ്പൊരി പോലെയാണ്, വെറും തീപ്പൊരി പോലെ. എന്നിട്ട് പറയാണ് രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും, രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും, രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും. എന്നിട്ട് പറയാണ് ആ സമയത്ത് അഗ്നി ശമിപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് നിങ്ങൾ ദുഷ്ടന്റെ വളർച്ച കണ്ട് അസൂയപ്പെടേണ്ട ആവശ്യമില്ല. അവന് സ്വാധീനമുണ്ട്, അവന് പല സംഗതികളുണ്ട്, എനിക്കിതൊന്നുമില്ലല്ലോ, ഞാൻ ബലഹീനനാണല്ലോ, ഞാൻ തഴയപ്പെട്ടവനാണല്ലോ, ഞാൻ മാറ്റി നിർത്തപ്പെട്ടവനാണല്ലോ, ഞാൻ അവഗണിക്കപ്പെട്ടവനാണല്ലോ, നമുക്കൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലല്ലോ, നമ്മളെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കരുത്. ഇങ്ങനെ ലോകദൃഷ്ടിയിൽ ബലമാന്ന് പറഞ്ഞ ചണനാര്, അതിൻ്റെ കൂടെ തീപ്പൊരിയും കൂടെ വന്നാൽ എന്താ സ്ഥിതി? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ചണനാരിൻ്റെ കൂടെ തീപ്പൊരിയും കൂടെ വന്നാൽ സ്ഥിതി ചിന്തിച്ചു നോക്ക്. അല്ല, വചനം ഫിറ്റ് ചെയ്തിരിക്കുന്ന രീതിയെ ബലവാൻ എന്ന് പറയുന്നത് ലോകദൃഷ്ടി ബലവാൻ എന്ന് പറഞ്ഞ ചണനാരും അവൻ അവൻ്റെ ബലമോ സ്വാധീനമോ അടിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന തീപ്പൊരി പോലെ. എന്നിട്ട് സംഭവിക്കുന്ന എന്താ? ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കത്തി നശിക്കും. ആ സമയത്ത് അഗ്നി ശമിപ്പിക്കാൻ നോക്കിയാൽ ആരും ഉണ്ടായിരിക്കുകയല്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആരെയും കൂസാതെ ദൈവോചനത്തിന് വിരുദ്ധമായ ജീവിത ശൈലികളോടെ കടന്നു പോയിട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് തകർച്ചകൾ വരുമ്പോ സാധാരണ ഒരു തീപിടുത്തം ഉണ്ടായാൽ അഗ്നിശമന സേനയെ വിളിച്ചു കഴിഞ്ഞാൽ അവരൊന്നത് കെടുത്തി തരും. എന്നാൽ ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ, ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകത്തിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് വലിയവനാക്കാൻ നോക്കുന്നവന്റെ ജീവിതത്തിൽ വരുന്ന തകർച്ചകളെ ശമിപ്പിക്കാൻ ഈ ലോകത്തിൽ ഒരു അഗ്നിശമന സേനയ്ക്കും ഉണ്ടായിരിക്കുകയല്ല, സാധിക്കുകയല്ല. അതാ പറയണത്, ആ സമയത്ത് അഗ്നി ശമിപ്പിക്കാൻ ഒരാളും ഉണ്ടായിരിക്കില്ല.
Praise the Lord. Praise the Lord. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ബലവാന്മാർ അത് കീഴടക്കുന്നു, ബലവാന്മാർ ബലം പ്രയോഗിച്ച് അത് പ്രവേശിക്കുന്നു പറയുമ്പോൾ എവിടെയാണ് ബലം പ്രയോഗിക്കുന്നത്? എന്താണ് ബലം? ആരാണ് ബലം തരുന്നത്? ആരാണ് ബൈബിളിലെ ബലവാൻ? ഇത് ചിന്തിക്കേണ്ട സഹോദരങ്ങളെ. സത്യത്തിൽ ആരാണ് ബലം തരുന്നത്? ബൈബിളിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ബൈബിളിൽ വെച്ചിട്ടുണ്ട്. ഒറ്റ ചോദ്യത്തിന് ഉത്തരവില്ലാത്തതില്ല. സങ്കീർത്തന പുസ്തകത്തിൽ 73-ാമത്തെ സങ്കീർത്തനത്തിൽ 26-ാം തിരുവചനം, Psalms chapter 73 verse 26, എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. സങ്കീർത്തനം പറയാ, ലോകത്തിന്റെ കണ്ണ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ബിസിനസ് കുറച്ച് ക്ഷണിച്ചു പോയേക്കാം, എൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ രോഗം വന്ന് ഞാൻ കുറച്ച് തകർച്ചയിലേക്ക് പോയേക്കാം, എൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും തകർച്ചകളും വന്ന് അല്ലെങ്കിൽ ചില സഹനങ്ങൾ വന്ന് ഞാൻ ചിഹ്നങ്ങൾ ഡൗൺ ആയി പോയേക്കാം. ലോകത്തിൻ്റെ മുൻപിൽ ഇവനിപ്പോൾ വലിയ പ്രാർത്ഥനയും ദൈവഭക്തിയും വിശുദ്ധിയും കൃപയും പള്ളിയും ഒക്കെ ആയി നടന്നിട്ടിപ്പോൾ എന്തായി എന്നുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന പാവപ്പെട്ട ജീവിതങ്ങളോടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ചില കുടുംബങ്ങളൊക്കെ പറഞ്ഞ കാര്യം ഉറക്കാണ്. ഇവരിത്രയും ധ്യാന കേന്ദ്രവും ഇത്രയും പള്ളിയും ഇത്രയും പ്രാർത്ഥനയൊക്കെ നടന്നിട്ട് എന്താണ്? എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോഴാണ് പല കാര്യത്തിനും ഉത്തരം കിട്ടുന്നത്. ഇതൊക്കെ ആയിട്ട് സങ്കീർത്തനം പറയും. നിങ്ങൾ വചനം നോക്കി, എൻ്റെ ശരീരവും മനസ്സും ഒക്കെ ക്ഷീണിച്ചു പോയേക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. ബാക്കി എന്തു തകർന്നാലും എൻ്റെ ദൈവമാണ് എൻ്റെ ബലം, എൻ്റെ ബലം എൻ്റെ ദൈവം. അതിൽ 10 പ്രാവശ്യം പറഞ്ഞു നോക്കി, എൻ്റെ ദൈവമാണ് എൻ്റെ ബലം, എൻ്റെ ബലം എൻ്റെ ദൈവമാണ്. പറയുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കുകയല്ലേ അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18-19 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് ഹബക്കൂക്ക് ചാപ്റ്റർ 3 വേഴ്സ് 18 to 19. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാന്റെ പാദങ്ങൾക്ക് എന്നതുപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. കർത്താവിന്റെ ആത്മാവ് നിറഞ്ഞ ഹബക്കൂക്ക് പ്രവാചകൻ മുഴുവൻ ദൈവജനത്തിന് വേണ്ടി വലിയൊരു ദൂതരളി ചെയ്യുകയാണ്. എൻ്റെ രക്ഷകനായ ദൈവത്തെ ഞാൻ സന്തോഷിക്കും. എന്താ കാരണം എന്നറിയാവോ? കാരണം 2-ാമത്തെ സെന്റൻസ് ആണ്, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ബൈബിളിൽ ഏതെങ്കിലും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാവുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ പുതിയ മുദ്രയ്ക്ക് നമ്മുടെ അപ്പസ്തോലന്മാര്, അല്ലെങ്കിൽ സഭയുടെ ഇന്നേ വരെയുള്ള ചരിത്രം പഠിക്കുമ്പോൾ വേദപാരംഗതന്മാര്, സഭാപിതാക്കന്മാര്, വിശുദ്ധര്, രക്തസാക്ഷികൾ തുടങ്ങി മുഴുവൻ വ്യക്തികളുടെ ചരിത്രം പഠിക്കുക. എൻ്റെ സഹോദരങ്ങൾ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ സ്വാധീനമാണ് എൻ്റെ ബലം, എൻ്റെ സമ്പത്താണ് എൻ്റെ ബലം, എൻ്റെ 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 ഇങ്ങനെ പല സംഗതി കണ്ടപ്പോൾ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ദൈവമാണ് എൻ്റെ ബലം. എൻ്റെ സഹോദരങ്ങളെ, ഈ ദൈവമാണ് ബലമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ദൈവം നമ്മുടെ ബലമായിട്ട് മാറുന്നത്? പ്രൈസ് ദി ലോർഡ്. Praise the Lord. നിങ്ങളെ വചനങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്താം. എങ്ങനെയാണ് നമ്മൾ ബലം പ്രാപിക്കുന്നത്? അതിനെക്കുറിച്ചുള്ള വചനത്തിന്റെ വെളിപ്പെടുത്തൽ നമ്മൾ വായിക്കുന്നത് യേശയ്യ പ്രവചനത്തിൽ 40-ാമത്തെ അധ്യായത്തിൽ 29 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ്. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 40 വേഴ്സ് 29 to 31 നമുക്ക് വായിക്കാം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. ബാക്കി നമുക്ക് ഒരുമിച്ച് ഉറക്കെ വായിക്കണം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ സഹോദരങ്ങളെ, തളർന്ന വ്യക്തിയാണോ? ജീവിതത്തിൽ ഒരുപാട് ഓടി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട്, സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, ഇടവയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ഇതൊക്കെ ഉണ്ടാവാം. എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചു നോക്ക്. പഴയ നിയമത്തിൽ രാജാക്കന്മാർ 1-ാമത്തെ പുസ്തകത്തിൽ 18-19 അധ്യായങ്ങളിൽ കാണുന്ന ഏലിയ പ്രവാചകൻ,
ആ ഏലിയ പ്രവാചകൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് യാത്ര ചെയ്ത് തളർന്ന് വളരെ വിഷമിച്ച് അവിടെ ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. അതാണ് തളർന്ന്, അത് ജീവിതത്തിൽ തളർച്ച വരുമ്പോൾ ദൈവം ബലം തരും. ദുർബലനാണോ ദൈവം ശക്തി പകരും. എന്നിട്ട് പറയാ, യുവാക്കൾ പോലും തള്ളുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ശക്തിയേറ്റ് വീഴാം, മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധം അങ്ങനെ അങ്ങോട്ട് കൂട്ടിമുട്ടിക്കുക, കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാകാം. എന്നിട്ട് അതിനെ പഠിപ്പിക്കുക, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമുക്ക് ബലം പകരണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ആശ്രയിക്കുന്നവനാണ് എൻ്റെ സഹോദരങ്ങളെ ബലം പ്രാപിക്കുന്നത്. അതിനെക്കുറിച്ച് മനോഹരമായ വചനമുണ്ട്. അത് യേശയ്യാ പ്രവചനത്തിലാണ്. യേശയ്യാ പ്രവചനം 30-ാമത്തെ അധ്യായത്തിന്റെ 15-ാം തിരുവചനം. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായി ഇരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. എന്നിട്ട് പറയാണ്, സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. പ്രൈസ് ദി ലോർഡ്. എന്താ നമ്മുടെ ബലം എന്ന് പറയുന്നത്? ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, ദൈവമാണ് നമ്മുടെ ബലമെന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രവാചകന്മാരും വിശുദ്ധന്മാരും ആവർത്തിച്ച് പറയുമ്പോൾ, ഈ ബലം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഒരു വ്യക്തി ആശ്രയിക്കുന്നത് വഴിയാണ് ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ബലം പ്രാപിക്കുന്നത്. അതാണ് പറയാണ്, സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. അപ്പം അതുകൊണ്ട് നമ്മുടെ ബലമെന്ന് പറയുന്നത് നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്തോ നമ്മുടെ എബിലിറ്റിയോ നമ്മുടെ പരിവാരങ്ങളോ നമ്മുടെ ഒന്നുമല്ല നമ്മുടെ ബലം. നമ്മുടെ ബലം എന്ന് പറയുന്നത് ദൈവത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുരുക്കത്തിൽ ദൈവത്തിലുള്ള അള്ളിപ്പിടിച്ചൊരു ആശ്രയം, അതാണ് നമുക്ക് ബലം തരുന്നത്. എന്തിനും ദൈവത്തെ ആശ്രയിക്കുക, എന്തിനും ദൈവത്തെ ആശ്രയിക്കുക. അതുകൊണ്ടല്ലേ പലപ്പോഴും ഞാൻ അഭിഷേകത്തിൽ ആവർത്തിച്ചിട്ടുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും. എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും. യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലും ഫിലിപ്പിയർ 4-ലുള്ള വചനമാണ്. അത് എല്ലാത്തിനും ദൈവത്തെ ആശ്രയിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ബലം തരുന്ന മറ്റൊരു മേഖല ജോബിന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 3-4 തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 4 വേഴ്സ് 3 and 4 നമുക്ക് വായിക്കാം. നല്ല വചനമാണ്. നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്, കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി, ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി, അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു. നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകരുന്നില്ലേ? നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ സഹോദരങ്ങൾ, അതിന്റെ അർത്ഥം എന്താ? ജോബിന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ചില വ്യക്തികൾ പറയുന്ന ചില സെന്റൻസുകളാണ്. നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്. ശരിയല്ലേ എൻ്റെ സഹോദരൻ? നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എത്ര മനുഷ്യർക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇന്ന് വരെ ചിന്തിച്ച് നോക്കിയേ. കുടുംബജീവൻ നയിക്കുന്നവരാകട്ടെ, സമർപ്പണ ജീവൻ നയിക്കുന്നവരാകട്ടെ, പിന്നെ വൈദിക ജീവൻ നയിക്കുന്നവരാകട്ടെ, എന്തെങ്കിലും ഒക്കെ ആകട്ടെ, എത്ര മനുഷ്യർക്ക് നമ്മൾ ഉപദേശം കൊടുത്തിട്ടുണ്ട്. കയ്യും കണക്കുണ്ട്. എത്ര പേരെ ഉപദേശിച്ചു, ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തി. ശരിയല്ലേ? ജീവിതത്തിൽ മനസ്സ് തകർന്ന് ശരീരം തകർന്ന് അങ്ങനെ ആരോടൊന്നും പറയാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന എത്ര പേരെ താങ്ങി നിർത്തിയവരാണ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും. കാലിടറി പോകാമായിരുന്നവരെ, പാപത്തിന്റെ വഴിയാ പോകാമായിരുന്ന എത്രയോ പേരെയാ നീ പിടിച്ചു നിർത്തിയത്. എന്നിട്ട് പറയാ, ഇതെല്ലാം ചെയ്ത നിനക്ക് ഇങ്ങനെ ചെറിയൊരു പ്രതിസന്ധി വന്നപ്പോ, ഒരു ഇത് വന്നപ്പോ നിനക്ക് എന്നെ പറ്റിപ്പോയേ? നിന്നെ ക്ഷമ കെട്ടുപോയോ? നോക്കിയ വചനം നോക്കിയ സഹോദരൻ, അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു. എന്നിട്ട് ചോദിക്കുക, നിന്റെ ദൈവഭക്തി നിനക്ക് ബലം തരുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് എന്റെ സഹോദരങ്ങളെ, നമുക്ക് ബലം തരുന്നത് ദൈവഭക്തിയാണ്. നമുക്ക് ബലം തരുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതാണ് ബൈബിളില് നിങ്ങൾ പഴയ നിയമത്തിൽ എന്റെ സഹോദരൻ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവഭക്തിയെക്കുറിച്ച് എന്തുമാത്രം കാര്യങ്ങളാണ്. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം മുതൽ അങ്ങോട്ട് തുടങ്ങിയാൽ ആയിരക്കണക്കിന് വചനങ്ങളാണ് അല്ലേ? ദൈവഭക്തൻ സമർത്ഥവൻ ആരാമം പോലെയാണ്, തോട്ടം, എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവഭക്തിയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബലം തരുന്നത്
ഒന്നാമത്തേത്, എൻ്റെ സഹോദരങ്ങളെ, ദൈവമാണ് ബലം തരുന്ന വരുമ്പോൾ ദൈവത്തെ നിരന്തരമായിട്ട് ആശ്രയിക്കുമ്പോൾ നമുക്ക് ബലം കിട്ടുകയാണ്, ബലം തരികയാണ് ദൈവം. ഒരുപക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക തരത്തിലുള്ള അവസ്ഥകളിൽ കടന്നു പോകുമ്പോൾ അത് ദൈവം ഒറ്റയടിച്ച് അങ്ങോട്ട് സോൾവ് ചെയ്യുകയല്ല, പിന്നെയോ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ബലം ദൈവം തരും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവാശ്രയമാണ് നമ്മുടെ ബലം. രണ്ടാമത്തേതാണ് ദൈവഭക്തിയാണ് ബലം. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ പൊടുന്നനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിത പങ്കാളി പെട്ടെന്ന് മരണം വഴി വേർപെട്ടു, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരുപാട് തകർച്ച വന്നു, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വാതിലുകൾ പലതടഞ്ഞു, ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവഭക്തരായ മനുഷ്യര്, പ്രാർത്ഥനയുള്ള മനുഷ്യര്, വിശുദ്ധ ജീവിതം നയിക്കുന്ന മനുഷ്യര്, ജ്ഞാനമുള്ള മനുഷ്യര്, ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യര്, കുടുംബ പ്രാർത്ഥനയുള്ള വ്യക്തികള്, പരമപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ നടുവിൽ ദൈവഭക്തിയുടെ ബലം പ്രാപിച്ച് ഒരു തുള്ളി കണ്ണുനീര് പോലും കണ്ണിന്ന് വീഴാതെ പിടിച്ചു നിൽക്കുന്ന അനേക ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ട്. എന്താ ബലം തരുന്നത്? ദൈവഭക്തി. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, ജീവിതത്തിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ബലം ചോർന്നിട്ട്, ബലം നഷ്ടപ്പെട്ടിട്ട് അങ്ങ് തളർന്ന് പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവഭക്തി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല, ഇപ്പൊ യാതൊരു പ്രതിസന്ധി ഇല്ലാതിരിക്കുന്ന ഒരു കാലത്ത് നീ ദൈവഭക്തിയിൽ വളർന്നാൽ ഒരു കാലത്ത് ഒരു പ്രതിസന്ധി വരുമ്പോ ഈ ദൈവഭക്തി നമുക്ക് ബലം തരും. ആ സമയത്ത് അന്വേഷിച്ചത് കിട്ടുകയില്ല. ആ സമയത്ത് ഓരോ സമയത്ത് വെപ്രാളം പിടിച്ച് ഓടിയതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തന്നെ ദൈവഭക്തി പരിശീലിപ്പിക്കാൻ കർത്താവ് പറയുന്നതിന്റെ കാരണം അതാണ്. ദൈവഭക്തി പരിശീലിപ്പിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനോഹരമായ വചനമുണ്ട്. കൊരിന്തോസ്യർക്കെതിരെ 2-ാമത്തെ ലേഖനത്തിൽ 12:9 2 Corinthians chapter 12 verse 9. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. പൗലോസ്ലേഹയുടെ കർത്താവ് പറയുകയാണ്. അതിന്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിൽ ചില ബലഹീനതകൾ, ചില കുറവുകൾ അത് വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ അതുപോലെ അള്ളിപ്പിടിച്ച് ആശ്രയിക്കും. അവിടെ ദൈവത്തിന്റെ ശക്തി വരും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥനാ ജീവിതത്തിൽ പോലെ തന്നെ റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവഭക്തിയും ദൈവാശ്രയവും നിങ്ങൾക്ക് ബലം പകരട്ടെ. ഹെബ്രായ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 15-ാം തിരുവചനം, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്, മറിച്ച് ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. കൈകൾ ഉയർത്തി വിളിക്കുന്ന കർത്താവേ, 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 നിന്നാത്മാവാൽ ചൊരിഞ്ഞിടണേ, ചൊരിഞ്ഞിടണേ, ചൊരിഞ്ഞിടണേ.